ഹലോ, രാധാമണി അമ്മയുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായി 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചേക്കുവാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, പൊടിച്ചു വെച്ചേക്കുന്ന ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം മാറ്റി വെക്കാം, റെസ്റ്റ് ചെയ്യാനായി. നമ്മൾ ഇറച്ചി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു സവാള, 2 പച്ചമുളക്, 10 വെളുത്തുള്ളി, 1 കൊത്ത് ഇഞ്ചി. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചുകൊണ്ട് വരാം. സവാള നീളത്തിലരിയാം, പച്ചമുളക് നീളത്തിലരിയാം. ഇനി നമുക്ക് ചിക്കൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ചതച്ചതിടാം, 2 പച്ചമുളക് അരിഞ്ഞതും നീളത്തിൽ സവാള അരിഞ്ഞതും കൂടെ ഇടാം. ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ സ്റ്റൂവിന് ആവശ്യമായി 2 ഉരുളക്കിഴങ്ങ്, ഒരു 1/4 കിലോ ഉരുളക്കിഴങ്ങ് വരും, 100 ഗ്രാം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾക്ക് കുക്കറിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഉരുളക്കിഴങ്ങ് വേകാൻ വേണ്ടി ഇങ്ങനൊന്ന് വട്ടത്തിൽ വരഞ്ഞൊന്നിടാമെങ്കിൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളു വേകും ചെറുതായിട്ട്. 2 കിഴങ്ങ് നമുക്കിങ്ങനെ ഇറച്ചി നമുക്കൊന്നും ചെയ്യണ്ട. ഇങ്ങനെ മുഴുവനെ ഇട്ടിട്ട് വെന്ത് കഴിഞ്ഞ് തൊലി കളഞ്ഞാൽ മതി. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഇടാം. അതിന് ആവശ്യത്തിനുള്ള ഇടാൻ നമുക്ക് ആവശ്യത്തിനുള്ളത് പൊടി ഇട്ടു. ഇനി വെച്ച് നമുക്ക് 2 വിസിൽ അടിച്ചുകൊണ്ട് വരാം. 1 മുറി തേങ്ങ നമുക്ക് അതിനെടുത്തിട്ടുണ്ട്. പാലെടുക്കാൻ അതാദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലെടുക്കണം. 2-ാം പാല് 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് മാറ്റി വെക്കണം നമുക്ക്. പിന്നെ ഒരു സവാള അതിന് നീളത്തിലരിയണം, 2 പച്ചമുളക് നീളത്തിലരിയണം. നമുക്കത് വേകുമ്പോഴത്തേന് ഇത് റെഡി ആക്കിക്കൊണ്ട് വരാം. കിഴങ്ങ് നല്ലതായിട്ട് വെന്ത് നമുക്കിനി ഇതിങ്ങനെ പൊളിച്ച് അരിഞ്ഞുകൊണ്ട് വരാം. കിഴങ്ങ് 2 പൊളിച്ച് എടുത്തു. നമ്മുടെ ക്യാരറ്റും തേണ്ടി ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ തൊലി ഇങ്ങനെ അങ്ങ് ഇളവും. വേണ്ട, ഇങ്ങനെ തൊലി കളഞ്ഞെടുത്ത് നമുക്കിത് കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ ചിക്കൻ 2 വിസിലടിച്ച് ആവിയെല്ലാം പോയി നല്ലതായിട്ട് വെന്തിരിക്കുക. ഇനി നമുക്കൊരു പാത്രത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടികട്ടിയുള്ള ഒരു കടായി നമ്മൾ അടുപ്പിൽ വെച്ച് അത് ചൂടായി എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി ഇനി അതിലേക്ക് കറുവപ്പട്ട, ഏലക്കയുടെ കുരു എടുത്തത്, തൊലി കളഞ്ഞിട്ട് കുരു എടുത്തത്, പിന്നെ 5-6 ഗ്രാമ്പു. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ വഴഞ്ഞു കിട്ടും. ഇനി നമുക്ക് വെന്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. 2-ാം പാലൊഴിക്കാം നമുക്കിനി അതിനകത്തോട്ട്. ഇനി ഒരു ശകലം ഇരുന്ന് ഇതൊന്ന് വേകട്ടെ. നമുക്ക് വെന്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇച്ചിരിയേറെ. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം.
ഇതും പുഴുങ്ങി നമ്മൾ അരിഞ്ഞെടുത്ത ക്യാരറ്റാണ്. ഇനി ഇതിലേക്ക് 1 പാല് ചേർത്ത് കൊടുക്കുവാണ്. ഇനി എല്ലാം കൂടെ ഇളക്കി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത്, അധികം തിളയ്ക്കൊന്നും വേണ്ട. തിളച്ചാൽ നമ്മുടേത് പിരിയും. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. സകല മസാലപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി എരിക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. നമുക്കങ്ങ് തീ ഓഫാക്കാം. നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു. 10 ചുമന്നുള്ളി അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്ന് കടുക് വറുത്തൊഴിക്കാന്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാപ്പിലയും കൂടി ഇടാം. നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം. പകുതി ഒഴിക്കാം, പകുതി നമുക്കവിടെ വെക്കാം. അതിന്റെ മണ്ടയ്ക്കൊന്ന് സെറ്റ് ചെയ്യാന്. നമുക്കിതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് ചൂടായി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. മുന്തിരിങ്ങ ഇടാം. അമ്മയ്ക്ക് വെള്ള മുന്തിരിങ്ങ ഇല്ല, അതുകൊണ്ട് 2 കറുത്ത മുന്തിരിങ്ങ ഇടുക. വെള്ള മുന്തിരിങ്ങ ആയാൽ നല്ലത്, കളർഫുള്ള് കിട്ടും. നമുക്കിതിന് ഇതിനകത്തോട്ട് ഒഴിക്കാം. വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതിനകത്തോട്ട് സെർവ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലൊരു സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാലപ്പത്തിനും നമ്മുടെ വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.